ഹായ് ഫ്രണ്ട്സ്, ഹലോ. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ദേ മാക്സിൽ വന്നേക്കാണ്. അപ്പോൾ ഷോപ്പിംഗ് തുടങ്ങിയാലോ? സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരികയാണല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിൻലി നമ്മളിവിടെ എത്തിയേക്കുന്നത്. അവിടുത്തെ കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ ഏതെടുക്കണം എന്നുള്ള വല്ലാത്ത കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ. എല്ലാവരും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്ത് ട്രയൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. അങ്ങനെ ദേ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ ഒരുവിധം ആയിട്ടോ. നമുക്കുള്ള ഡ്രസ്സൊക്കെ ഏകദേശം കിട്ടിക്കഴിഞ്ഞു. നമ്മളെല്ലാവരും അവനവർക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ഈ ഒരു വൈറ്റ് ഡ്രസ്സ് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് ഓഫീസിലേക്ക് എന്താ പറയുക, സെലിബ്രേഷനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വൈറ്റ് അല്ലെങ്കിൽ റെഡ് അടിപൊളിയാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഡ്രസ്സുകളൊക്കെ നോക്കി. പക്ഷേ ഞാൻ വൈറ്റ് എന്നിട്ട് എടുത്തില്ല കേട്ടോ. ഞാൻ വൈറ്റ് അല്ലാതെ വേറൊരു ടോപ്പാണ് എടുത്തത്. ഷോപ്പിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, സമയം പോകുന്നത് അറിയില്ല അല്ലേ. അപ്പോൾ അതേ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിഞ്ഞില്ല. 1-2 മണിക്കൂർ എങ്ങനെ പോയിന്ന് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അതിനുശേഷം ഞങ്ങൾ അടുത്തതായിട്ട് ലൈഫ് സ്റ്റൈലിലേക്ക് പോകണം കേട്ടോ. ലൈഫ് സ്റ്റൈൽ അടിപൊളി ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈഫ് സ്റ്റൈൽസ് കുർത്താസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി. മാക്സിൽ നിന്ന് അയ്യോ എന്തുകൊണ്ട് മാക്സിൽ നിന്ന് എടുത്തു, ഇവിടെയും കൂടി ഒന്ന് വന്ന് ജസ്റ്റ് നോക്കിയിട്ട് എടുക്കായിരുന്നു എന്ന്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ഷോപ്പ് തിരഞ്ഞ് നടക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ദേ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു തുടങ്ങി കേട്ടോ. കാരണം എല്ലാവരുടെ പോക്കറ്റ് ഒരുവിധം കാലിയായി. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എല്ലാവരും പർച്ചേസിങ് അവസാനിപ്പിക്കുകയാണ്. കാരണം സ്റ്റുഡിയോ ആണ് നമ്മുടെ ലാസ്റ്റ് ഷോപ്പ് ഇന്നത്തെ. അപ്പോൾ ഈ സ്റ്റുഡിയോയിലത്തെ പ്രൊഡക്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. കാരണം എപ്പോഴും നമുക്കറിയാമല്ലോ സ്റ്റുഡിയോയിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്. എന്നാലും എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിടുകയാണ്. അങ്ങനെ എല്ലാവരും ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ദേ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇനി വേറെ ഒരു പരിപാടിയില്ല, പുറത്ത് കുറച്ച് നേരം ഒന്ന് ചില്ല് ചെയ്തിരുന്നിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ.